Question. The mean of a set of 10 numbers is m. By combining with a second set of n numbers, the mean of the combined set become 10. What is the sum of the second set of the numbers? 10 നമ്പേഴ്സിൻ്റെ മീൻ എന്ന് പറയുന്നത് എം ആണ്. നമുക്ക് 10 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ ഏതൊക്കെയായിട്ട് എടുക്കാം? ലെറ്റ് 10 ഒബ്സർവേഷൻ ബി x1 x2 എക്സെട്ര x10 ആയിട്ട് എടുത്തു. അതിൻ്റെ മീൻ എന്ന് വരുമ്പോൾ എന്ത് വരും? ഇതിൻ്റെ എല്ലാം സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതായത് x1 + x2 + എക്സെട്ര x10 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ്. ഇതിൽ നിന്ന് ഈ സമ്മിനെ എങ്ങനെ എഴുതാം? സം ഈക്വൽ ടു 10m എന്ന് എഴുതാമല്ലോ. x1 + x2 + എക്സെട്ര x10 = 10m. By combining with a second set of n numbers, ഇതിൻ്റെ കൂടെ ഒരു സെക്കൻഡ് സെറ്റ് ഓഫ് n നമ്പേഴ്സ് ചേർത്തു. എത്ര നമ്പേഴ്സ് ആണ്? m നമ്പേഴ്സ്. The mean of the combined set become 10. അപ്പം അതിനെ y1 y2 എക്സെട്ര ym എന്ന് എടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ മീൻ എന്തായി പോകും? 10 ആയി പോകും. അപ്പോൾ അതിനെ എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം? x1 + x2 + എക്സെട്ര x10 പ്ലസ് n നമ്പേഴ്സും കൂടെ ചേർത്തു. y1 y2 എക്സെട്ര ym. അപ്പോൾ ടോട്ടൽ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 10 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം m എണ്ണം കൂടെ ആഡ് ചെയ്തു. 10 + m. അപ്പോൾ എന്തായി മീൻ? The mean becomes 10 equal to 10 ആയി. What is the sum of second set of numbers? Second set of numbers ഏതാ? y1 y2 + എക്സെട്ര ym. ഈ ഇത്രയുമാണ് കണ്ടുപിടിക്കേണ്ടത്. y1 + y2 + എക്സെട്ര ymൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. x1 + x2 + എക്സെട്ര x10 എന്താണെന്നറിയാം? 10m ആണെന്നറിയാം. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും? 10 × 10 + m റൈറ്റിലേക്ക് പോയി 10. അപ്പോൾ 100 + 10m എന്ന് വന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 10m ആണെന്നറിയാം. 10m + y1 + y2 + എക്സെട്ര ym = 100 + 10m. 10m രണ്ടിൽ നിന്നും ക്യാൻസൽ ആയി പോയി. സെക്കൻഡ് സെറ്റിൻ്റെ സം എന്തായിട്ട് വരും? 100. ഓപ്ഷൻ ഡി. Then next one. The number of triangles in the figure is. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കണം. ഏതൊക്കെ വരും? ഇത് ഫസ്റ്റ് വൺ, സെക്കൻഡ്, ഇത് തേർഡ്, ഫോർത്ത്, ഇത് ഫിഫ്ത്ത്. പിന്നെ ഏറ്റവും ചെറിയ 5 എണ്ണം എഴുതി. ഇനി കുറച്ചുകൂടെ വലുത് നോക്കാം. 6th one, 7th one, 8, 9, 10, 11, 12. അല്ല, ഇതിനെ ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതാം. പക്ഷേ ഈ ഓപ്ഷൻ നോക്കുമ്പോൾ എന്താ? 9, 10, 11, 12 എന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 12 ആണ് വന്നേക്കുന്നത്. മാക്സിമം വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി നോക്കേണ്ട കാര്യമില്ല. ചെറിയ ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ പിന്നെ ബാക്കി ഒന്നുകൂടെയും ചെക്ക് ചെയ്യുക, ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് വൺ. How many non-square rectangles are there in the following figure consisting of 7 squares? How many non-square rectangles? ഇതിൻ്റെ അകത്തുനിന്ന് റെക്ടാങ്കിൾസ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയും ആദ്യം 2x2 റെക്ടാങ്കിൾസ് നോക്കാം. ലെങ്ത് 2 ആയിട്ട് വരുന്നത് 1, ഇവിടെ 2, 3, 4. വെർട്ടിക്കലി ഉള്ള 4 എണ്ണം ഉണ്ട്. ഇനി 2x2 ആയിട്ടുള്ള 2 എണ്ണം കൂടെ ഇല്ലേ? എങ്ങനെ വരും? 5, 6. 2x2 എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് നോക്കാം? 3x3 നോക്കാം അല്ലേ? എത്ര എണ്ണം കിട്ടിയായിരുന്നു? 1, 2, 3, 4, 5, 6, അടുത്ത 7, പിന്നെ 8, പിന്നെ ഹൊറിസോണ്ടൽ വരും അല്ലേ? 9. പിന്നെ ഇനി ഏതെങ്കിലും ഉണ്ടോ? 2x2 നോക്കി, 3x3 നോക്കി. ഇനി 4x4 ലെങ്ത് 4 ഉള്ളത് നോക്കാം. ഏത് വരും? ഈ ഒരു ഫുൾ ഫിഗർ വരും. അപ്പം ടോട്ടൽ എത്ര എണ്ണം കിട്ടി? 10. ഇനി ഉണ്ടോ? 2x2 ഉള്ള എല്ലാം എഴുതി, വെർട്ടിക്കലും ഹൊറിസോണ്ടലും നോക്കി, 3x3 ഉള്ളത് നോക്കി, 4x4 ഉള്ളത് നോക്കി.
അപ്പം ഓപ്ഷൻ സി 10 ആണുള്ളത്. നെക്സ്റ്റ് വൺ, എ സൈക്ലിസ്റ്റ് കവേഴ്സ് എ certain distance at a constant speed. If a jogger covers half the distance in double the time as the cyclist, the ratio of the speed of the jogger to that of cyclist is. സൈക്ലിസ്റ്റ് ഉണ്ട്, ജോഗർ ഉണ്ട്, സ്പീഡ് എസ് ആണെന്ന് എടുക്കുക, ഡിസ്റ്റൻസ് ഡി, ടൈം ടി അല്ലെ. സൈക്ലിസ്റ്റ് കവേഴ്സ് എ certain distance at a constant speed. സൈക്ലിസ്റ്റിന്റെ സ്പീഡ് S1 എന്ന് എടുക്കുക. S1 സ്പീഡ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. S1 equal to d/t. ജോഗർ കവേഴ്സ് ദ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്. ജോഗറിന്റെ S2 എന്ന് എടുക്കുക സ്പീഡ്. ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ഇൻ ഡബിൾ ദ ടൈം ആസ് ദ സൈക്ലിസ്റ്റ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാഫ് ആണ്. ഹാഫ് ദ ഡിസ്റ്റൻസ്, ഡിയുടെ പകുതി, d/2. സൈക്ലിസ്റ്റ് ഡബിൾ ദ ടൈം, ടൈം ഡബിൾ ചെയ്തു, അപ്പൊ 2t എന്ന് വരും. അതുകൊണ്ട് എങ്ങനെ വരും? S2 equal to d/2 divided by 2t. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ d/4t എന്ന് വരും. ഇനി ചോദിച്ചേക്കുന്നത് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ്, സ്പീഡിന്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. ജോഗർ ടു ദാറ്റ് ഓഫ് സൈക്ലിസ്റ്റ്, J:C ആണ് വേണ്ടത്. ഇപ്പൊ J/C എടുക്കുമ്പോൾ J എന്ന് പറയുന്നത് d/4t ആയിരുന്നു, ഡിവൈഡഡ് ബൈ d/t. ആൻസർ എന്ത് കിട്ടും? 1:4. ഓപ്ഷൻ എ. ഇത് ഇങ്ങനെ മാത്തമാറ്റിക്കലി ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡിസ്റ്റൻസ് പകുതിയാക്കി, ഡിസ്റ്റൻസ് ഹാഫ് ദ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് പകുതിയാക്കി, ഡബിൾ ദ ടൈം, ടൈം ഡബിൾ ചെയ്തു. അപ്പൊ തന്നെ എന്തായിരിക്കും? 1/4 ആയിരിക്കും സ്പീഡ് അല്ലേ. ഡിസ്റ്റൻസ് ഹാഫ്, ഇവിടുന്ന് 100 മീറ്റർ ഓടി എന്ന് പറയുക. അപ്പം വേറൊരാള് ഒരു സ്ഥലത്ത് നിന്ന് 100 മീറ്റർ ഓടിയെന്ന് വിചാരിക്കാം. വേറൊരാള് ഹാഫ് ഡിസ്റ്റൻസേ ഓടിയുള്ളൂ, 50 മീറ്റർ ഓടിയുള്ളൂ. അപ്പൊ അതിന്റെ ടൈം എടുത്തതോ? 100 മീറ്റർ ഓടിയ ആള് t ടൈം എടുത്തെങ്കിൽ അതിന്റെ ഡബിൾ ടൈം എടുത്ത് 2t എടുത്ത് ഹാഫേ ഓടിയുള്ളൂ. അപ്പൊ അതിന്റെ മീനിങ് എന്താ? J:C എന്ന് പറയുന്ന 1:4 എന്ന് കിട്ടി. അതായത് ഓപ്ഷൻ എ അല്ലേ. നെക്സ്റ്റ് വൺ, of 4 agents, alpha, beta, gamma and delta, 3 have to be sent together on a mission. If alpha and beta cannot go together, beta and gamma cannot go together, and gamma and delta cannot go together, then which of the following holds? ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ഉണ്ട്. 3 പേർക്ക് ഒരുമിച്ച് ഒരു മിഷനിലേക്ക് പോകണം. ആൽഫയും ബീറ്റയും ഒരുമിച്ച് പോവില്ല, ബീറ്റയും ഗാമയും പോവില്ല, ഗാമയും ഡെൽറ്റയും പോവില്ല. പിന്നെ 3 പേരെ എങ്ങനെ എടുക്കാം? ആൽഫയും ഗാമയും എടുത്തു കഴിഞ്ഞാൽ ഗാമ ഡെൽറ്റയുടെ കൂടെ പോവില്ല. ബീറ്റയും ഗാമയും എടുക്കാൻ പറ്റില്ല. പിന്നെ ഗാമയും ആൽഫയും എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും പറ്റില്ല. അപ്പൊ 3 പേർക്ക് കൂടി പോകാൻ പറ്റുമോ? ഇല്ല. മിഷൻ ഈസ് ഇമ്പോസിബിൾ. സോ ഓപ്ഷൻ ഡി.